വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണ് കേരളം. കരളലിയിക്കുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറുകയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. ദുരന്തത്തിൻ്റെ സൂചന പ്രകൃതി നേരത്തെ തന്നെ നൽകിയിരുന്നു. പുഴയുടെ വെള്ളത്തിൻ്റെ നിറം മാറിയിരുന്നു. ഇതായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൻ്റെ സൂചന. പ്രകൃതി നൽകിയ ഈ സൂചന കണ്ടതോടെ ഏറെ പേരെ പഞ്ചായത്ത് അധികൃതർ മാറ്റിപ്പാർപ്പിച്ചു, മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത്രയും വലിയൊരു ദുരന്തമാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് തിങ്കളാഴ്ച രാത്രിയിൽ കിടന്നുറങ്ങിയ അവർ അറിഞ്ഞതേയില്ല. മുണ്ടക്കൈ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ ആദ്യ ഉരുൾപൊട്ടലുണ്ടായത്. സംഭവം അറിഞ്ഞ് മേപ്പാടിയിൽ നിന്ന് നിരവധി പേർ മുണ്ടക്കൈയിലെത്തി. അപ്പോഴും ഉരുൾപൊട്ടൽ വാർത്തയൊന്നും അറിയാതെ ഉറക്കത്തിലായിരുന്നു ചൂരൽമലയിലെ ആളുകൾ. മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായി. പുലർച്ചെ 4:30 രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. കുത്തിയൊലിച്ചെത്തിയ മണ്ണും ഗതിമാറി ഒഴുകിയെത്തിയ പുഴയും ചേർന്ന് ചൂരൽമലയെയും തകർത്തു. ചൂരൽമലയിലെ 2.5 കിലോമീറ്ററോളം ഭാഗമാണ് ഒലിച്ചുപോയത്. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി, പാലവും തകർന്നു. ഇതോടെ മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമലയും ഒറ്റപ്പെട്ടു. ഈ പ്രദേശത്ത് 10 വീടുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. 150ഓളം വീടുകളാണ് തകർന്നത്. തകർന്നു കിടക്കുന്ന വീടുകളിൽ രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തുകയാണ്. എവിടെയൊക്കെ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് ഒരു ഊഹവുമില്ല. മലപ്പുറം ജില്ലയിലെ മുണ്ടേരി, പോത്തുകല്ല് ഭാഗങ്ങളിലെ ചാലിയാർ തീരങ്ങളിൽ നിന്ന് ഇതുവരെ 15 മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. ഇതിൽ 4 പുരുഷന്മാരും 6 സ്ത്രീകളും ഉൾപ്പെടും. 4 പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണുള്ളത്. ഒന്നും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി 72 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. 4 സംഘങ്ങളായി 150 രക്ഷാപ്രവർത്തകരാണ് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തിച്ചും രക്ഷാപ്രവർത്തനം നടത്തും. മുണ്ടക്കൈ ഭാഗത്ത് 50ലധികം വീടുകൾ തകർന്നിട്ടുണ്ട്. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3069 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്.